പാലക്കാട് നഗരസഭ ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അലങ്കോലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പാലക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കെട്ടിടത്തിന് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോവില്ലെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് താരേക്കാട് നിന്നുമാണ് ബിജെപി പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഓഫീസിന് ഏതാനും മീറ്റർ അപ്പുറത്ത് മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടായി. തുടർന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാര്യം കുന്നന്റെ പേര് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നൽകാമെങ്കിൽ ഭരിക്കുന്നത് ബിജെപി ആണെങ്കിൽ ദേശഭക്തരുടെ പേരുകൾ സ്മാരകങ്ങൾക്കും സ്കൂളുകൾക്കുമെല്ലാം നൽകുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ കേരളത്തിനകത്ത് മലപ്പുറത്ത് തിരൂരിലെ വാര്യംകുന്നൻ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത വാര്യംകുന്നന്റെ പേരിൽ സ്മാരകം പണിയാം. മഞ്ചേരിയിലെ ആലിം സുലാരിയുടെ പേരിൽ സ്മാരകം പണിയാം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാര്യംകുന്നന് വേണ്ടി സ്മാരകം പണിയാം. വാഗൻ ട്രാജഡി സ്മാരകം പണിയാം. ഞങ്ങള് ഈ പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വികസനങ്ങൾ കണ്ടുകൊണ്ട് 28 കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ ദേശീയ പുരുഷന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങള് അതുപോലുള്ള വിദ്യാലയങ്ങൾക്ക് നാമകരണം നടത്തും. 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി മതപ്രീണനം നടത്തുകയാണ് ഇടതും വലതും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂമിയിലല്ല നഗരസഭാ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലയുടെ മൂട് താങ്ങിക്കൊണ്ട് ഇവിടുത്തെ കേവലം നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം നടത്താം. നിങ്ങളെ കോൺഗ്രസ് പാർട്ടി നിങ്ങള് ജയിച്ച സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ നാമകരണം ചെയ്യും. തറക്കല്ലിടാൻ അറിയാമെങ്കിൽ കെട്ടിടം പൂർത്തിയാക്കി ഡോക്ടർ ജിയുടെ പേരിൽ തന്നെ സ്ഥാപനം പ്രവർത്തിക്കുമെന്നും ഡോക്ടർ ജിയുടെ കോലം കത്തിച്ചതിന്റെ ഉത്തരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരും വിവിധ മോർച്ച നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, പാലക്കാട്.